സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ സാർ, ഇന്ത്യ ഈ മിസൈൽ രംഗത്ത്, പ്രത്യേകിച്ച് ക്രൂയിസ് മിസൈലിൻ്റെ രംഗത്ത് മുൻപൊക്കെ പിന്നോക്കമായിരുന്നു. ഇപ്പോൾ അത് മാറി ഇന്ത്യ പൂർണ്ണമായിട്ട് ക്രൂയിസ് മിസൈലിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്രൂയിസ് മിസൈലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മിസൈൽ നമ്മുടെ ആയുധ രംഗത്തേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ക്രൂയിസ് മിസൈൽ രംഗത്ത് ഇപ്പോൾ ഈ കാണുന്ന നേട്ടം കൈവരിച്ചത്? മിസൈലുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ബലിസ്റ്റിക് മിസൈൽ, രണ്ടാമത്തേതാണ് ക്രൂയിസ് മിസൈൽ. ബലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് മാറിയിരുന്നു. ഇതിന്റെ ഒരു പ്രധാന ഉത്തരവാദി, അല്ലെങ്കിൽ നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധ്യമായത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണ വികസന പരിപാടികളാണ്. അദ്ദേഹം ആണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. IGDMP, ആ IGDMP-യില് പെട്ടാണ്, അതിൽ വികസിപ്പിച്ചെടുത്തതാണ് നമ്മുടെ അഗ്നി മിസൈലുകളുടെ കുടുംബം. അതായത് അഗ്നി 1, അഗ്നി 2, അഗ്നി 3, അഗ്നി 4, അഗ്നി 5. ഇപ്പോ ചിലർ പറയുന്നു അഗ്നി 6 നമ്മൾ വിക്ഷേപിച്ചു എന്ന് പറയുന്നു, ചിലർ പറയുന്നു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ശരി, ആ മേഖലയിൽ ഇന്ത്യ ലോകത്തിലെ അമേരിക്കയോട് പോലും തുല്യം തന്നെ. ടെക്നോളജിയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ദൂരപരിധി, അമേരിക്കയുടെ മിസൈലുകളുടെ ദൂരപരിധി നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷെ അത് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ്. നമുക്ക് ഏത് നിമിഷവും ഒരു 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ ഉണ്ടാക്കുന്ന ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടല്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ക്രൂയിസ് മിസൈലുകൾ അക്കാര്യത്തിൽ ഇന്ത്യ പിറകിലായിരുന്നു. ക്രൂയിസ് മിസൈലുകൾ 1980-കളോടാണ് ലോകത്തില് അതിന്റെ ഒരു മെച്ചം, അതെങ്ങനെയാണ് യുദ്ധത്തിൽ അതിനൊരു മേൽക്കൈ ഉപയോഗിക്കുന്ന രാജ്യത്തിന് നൽകുന്നതെന്ന് ലോകം മനസ്സിലാക്കുന്നത്. അമേരിക്ക ഇറാഖിൽ നടത്തിയ ആക്രമണം, അന്ന് സദാം ഹുസൈനെതിരെ നടത്തിയ ആക്രമണത്തിൽ ടോമോഹോക്ക് എന്ന ക്രൂയിസ് മിസൈലുകൾ വലിയൊരു പങ്ക് വഹിച്ചു. ആ ടോമോഹോക്ക് ഈ ക്രൂയിസ് മിസൈലിന്റെ പ്രത്യേകത, അത് സബ്സോണിക്, ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ അത് മാനുവറബിൾ ആണ്. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വളച്ചു പുളച്ചൊക്കെ കൊണ്ടുപോകാം. ഭൂമിയോട് താഴെ നിലം പറ്റിയാണ് സഞ്ചരിക്കുന്നത്. സമുദ്രത്തിന് മുകളിലൂടെ ഒക്കെ പോകുമ്പോൾ സീ സ്കിമ്മിങ് എന്ന് പറയും. അതായത് തിരമാലയിൽ നിന്ന് ഒരു 10 മീറ്റർ മാത്രം ഉയരത്തിലായിരിക്കും സഞ്ചരിക്കും. റഡാറിന്റെ കണ്ണിൽ പെടാതെ മുന്നോട്ട് പോകാം. അങ്ങനെയുള്ള ആ മിസൈല് ഗൾഫ് യുദ്ധത്തിൽ ആക്യുറേറ്റ് ആയിട്ട്, അതായത് കൃത്യനിഷ്ഠയോട് ഇന്ന സ്ഥലം തകർക്കണമെന്ന് വെച്ചാൽ അവിടെ വളരെ കൃത്യതയോടുകൂടി തറക്കാൻ, അതിന് ചുറ്റും പോയി ഒന്ന് കറങ്ങിയിട്ട് ഈ സ്ഥാനം തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അത് താഴോട്ട് ഇടിച്ചിറങ്ങുന്നത്. അത് അന്നൊരു അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ പ്രിസിഷൻ, ഗൈഡഡ് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മുടെ യുദ്ധരംഗത്ത് വളരെ, അല്ലെങ്കിൽ ഡിഫൻസ് പ്രതിരോധ മേഖലയിൽ വളരെ സാധാരണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ നാളുകൾ എടുത്തു ഈ ഒരു ടെക്നോളജി സ്വായത്തമാക്കാൻ. ശരിക്കും ഈ ബാബർ എന്ന ഒരു മിസൈല് പാകിസ്ഥാന് ഇന്ത്യക്കാർ മുമ്പേ തന്നെ ഈ ക്രൂയിസ് മിസൈല് പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് അമേരിക്ക കൊടുത്ത ടെക്നോളജി, ചൈന കൊടുത്ത ടെക്നോളജിയാണ്. അപ്പോ ഇന്ത്യക്ക് അതൊരു വല്ലാത്ത നാണക്കേട്. ഇന്ത്യ 2000-ന്റെ തുടക്കത്തിൽ നിർഭയ് എന്നൊരു മിസൈൽ, ഒരു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. പക്ഷെ നിർഭയ് മിസൈല് വേണ്ട രീതിയിൽ വിജയിച്ചില്ല. ഞാൻ അത് കൃത്യമായിട്ട് അതിന്റെ പരീക്ഷണങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. 2013 ആയപ്പോഴത്തേക്കും അത് 1-2 തവണ വളരെ വിജയകരമായിട്ട് നിർഭയ് മിസൈല് വിക്ഷേപിച്ചു. അത് നമുക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷെ പിന്നീട് അങ്ങോട്ട് പരാജയപ്പെടാൻ തുടങ്ങി. അത് പലപ്പോഴും അതിന്റെ ദിശ തെറ്റാൻ തുടങ്ങി. അത് ആദ്യം വിക്ഷേപണത്തിലൊന്നും കുഴപ്പമില്ല, പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോഴേക്കും അത് ദിശ തെറ്റും. ഈ ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞാൽ ആകാശത്തിലോട്ട് ഉയർന്ന, ബഹിരാകാശത്തിലോട്ടൊരു 45 ഡിഗ്രി ഒരു ആംഗിളിലൊക്കെ ഉയരുന്നത്. എന്നിട്ട് അത് ബഹിരാകാശത്തിൽ ചെന്നിട്ട് താഴോട്ട് വരും.
റീ എൻട്രി നടത്തി. അല്ലെങ്കിൽ അതൊരു ബഹിരാകാശ ലോഞ്ച് വെഹിക്കിൾ പോലാണ്, അങ്ങനെ ആകാശത്തോട്ട് എന്നിട്ട് താഴോട്ട് വരും. പക്ഷേ ക്രൂയിസ് മിസൈൽ അങ്ങനെയാണ്, അതൊന്ന് മുകളിലോട്ട് ഉയർന്നിട്ട് പിന്നെ അതൊരു വിമാനം പോലെ പറന്നു, ഇപ്പം പറഞ്ഞാൽ ഡ്രോൺ പോലെ പറന്നു. അതങ്ങനെ നിശബ്ദമായിട്ട് പറന്ന് പറന്ന് വന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന്റെ മുകളിൽ ഒന്ന് വട്ടം ചുറ്റി ഇത് തന്നെയാണ് ലക്ഷ്യസ്ഥാനം എന്ന് ഉറപ്പിച്ച് അത് ഇടിച്ചത്. ഇതിന് ചെലവ് കുറവാണ്. ഒരു ബാലിസ്റ്റിക് മിസൈല് ഉണ്ടാക്കുന്ന കാശുണ്ടെങ്കിൽ ഒരു 10-15 ക്രൂയിസ് മിസൈൽ ഉണ്ടാക്കും. ക്രൂയിസ് മിസൈലിന് മോശമല്ലാത്ത ഒരു വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട്. 500 കിലോഗ്രാം തൊട്ട് മേളോട്ട് വാർഹെഡ് വഹിക്കും, ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കും. അപ്പം വലിയ ഒരു മുന്നേറ്റം യുദ്ധത്തിൽ ഉണ്ടാക്കാൻ, ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ ക്രൂയിസ് മിസൈലിന് സാധിക്കും. പക്ഷെ ഈ ടെക്നോളജി ഇന്ത്യക്ക് എന്തുകൊണ്ടായിരുന്നു പിന്നെ അത് പൂർണ്ണമായിട്ടും അത് കീഴടക്കാൻ പറ്റാതിരുന്നത്? സംഭവം ഇന്ത്യക്ക് നല്ലൊരു ഈ മിസൈലിൽ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനുണ്ട്, ടർബോഫാൻ അല്ലെങ്കിൽ ടർബോജെറ്റ്. ആ ടർബോഫാൻ എഞ്ചിൻ ചെറിയ ഒരു ശക്തി കൊടുക്കുന്ന ഒരു 5 കിലോ ന്യൂട്ടൺ ശക്തിയിൽ താഴെയുള്ള ടർബോഫാൻ, 5 വേണ്ട, 2 കിലോ ന്യൂട്ടനും 3 കിലോ ന്യൂട്ടനും ഒക്കെ മതി. അങ്ങനത്തെ ഒരു എഞ്ചിൻ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ ഇന്ത്യ ഈ സ്വയം പര്യാപ്തത കൈവരിച്ചു ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി, ഇന്ത്യ സ്വന്തമായിട്ടൊരു സ്മോൾ ടർബോഫാൻ എഞ്ചിൻ വികസിപ്പിച്ചു. അത് നല്ല ഗംഭീര വിജയമാണ്. അതിന്റെ പേര് മണിക് എഞ്ചിൻ എന്നാണ്. 3.5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന മണിക് എഞ്ചിനും അതിന്റെ വേരിയൻസും, അതിന്റെ ചിലത് ശക്തി കുറഞ്ഞതുണ്ട്, പക്ഷെ അതിനൊക്കെ കുറച്ചുകൂടെ ശക്തി കൂടിയത് ഒക്കെ നമ്മൾ ഉണ്ടാക്കി. ഈ ടർബോഫാൻ എഞ്ചിൻ ഉപയോഗിച്ച് നിർഭയ് നമ്മൾ ഒന്ന് മാറ്റിയെടുത്തു. അങ്ങനെ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എന്ന ക്രൂയിസ് മിസൈൽ നമ്മൾ തയ്യാറാക്കി. ഈ LRLA-CM എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈല്, ഇതിന് 1000 തൊട്ട് 1500 കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്യാൻ പറ്റും, റേഞ്ച് ഉണ്ട്. നമ്മൾ ഇപ്പോ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ റേഞ്ച് 2000 കിലോമീറ്ററിലധികമായിട്ട് ഉയർത്താനാണ്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. താമസിയാതെ തന്നെ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോ 1500 കിലോമീറ്റർ ദൂരം 500 കിലോഗ്രാം ഭാരമുള്ള ഒരു വാർഹെഡ് വഹിച്ച്, വേണ്ടി വന്നാൽ ഒരു ന്യൂക്ലിയർ വാർഹെഡ് തന്നെ വഹിച്ചുകൊണ്ട് പോകാൻ ശേഷിയുള്ള മിസൈലാണ് LRLA-CM. ഈ മിസൈല് ഇപ്പോ ഇന്ത്യ കാനിസ്റ്ററൈസ് ചെയ്യാനും ഇന്ത്യ വിജയകരമായിട്ട് അതും നടപ്പാക്കി. അതായത് കാനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു കുഴലിലാക്കി സൂക്ഷിക്കുക. അപ്പോ ഇതിന്റെ വാർഹെഡുമായിട്ട് സംയോജിപ്പിച്ചിട്ട് ഒരു കുഴലിലാക്കി ഈ മിസൈല് നമ്മൾ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കുന്ന ഈ മിസൈൽ ഒരു വാഹനത്തിൽ ഘടിപ്പിച്ച കാനിസ്റ്ററിൽ നിന്നായിരിക്കും ഇത് വിക്ഷേപിക്കും. അതായത് ഇത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വാഹന സ്ഥാനം മാറ്റും. അപ്പൊ ശത്രുവിന്റെ റഡാറുകൾക്ക് ഇത് കണ്ടുപിടിച്ച് നശിപ്പിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു വലിയൊരു മുന്നേറ്റം ഇന്ത്യ നടത്തി. ആ മുന്നേറ്റത്തിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ടർബോഫാൻ മണിക് എഞ്ചിൻ കൈവശം വന്നതോടുകൂടി നമ്മുടെ ആ ഒരു മേഖലയിലെ നമ്മുടെ ദൗർബല്യം നമ്മൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചു. ഇന്ന് ക്രൂയിസ് മിസൈലുകളുടെ കാര്യത്തിൽ നേരത്തെ പാകിസ്ഥാന് ഞാൻ പറഞ്ഞു, ഇന്ത്യക്കാൾ മുമ്പേ ബാബർ എന്ന് പറയുന്ന ക്രൂയിസ് മിസൈൽ പാകിസ്ഥാന്റെ കൈവശമുണ്ട്. പക്ഷെ അതിന് വെറും 700 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. ഇന്ത്യയുടെ ഈ ലോങ് റേഞ്ച് LRLA-CM-ന് 1500 കിലോമീറ്റർ റേഞ്ചുള്ള വെർഷനുണ്ട്, 1000 കിലോമീറ്റർ ഉള്ള വെർഷനുമുണ്ട്. അപ്പം അവരുടെ മിസൈലിനേക്കാൾ വളരെ ദീർഘദൂരം പോകുന്നത്, അവർ സ്വന്തമായിട്ട് എഞ്ചിനൊന്നും ഉണ്ടാക്കിയിട്ടല്ലോ, ഒക്കെ ചൈന കൊടുക്കുന്ന എഞ്ചിനും അമേരിക്കയുടെ എഞ്ചിനും ഒക്കെ വാങ്ങിച്ചിട്ടാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് എത്ര മിസൈൽ വേണമെങ്കിലും നിർമ്മിക്കാം, ഇവിടെ തന്നെ ആ എഞ്ചിൻ നിർമ്മിക്കും. ഈ ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാനുള്ള ഒരു പരിമിതി നമ്മുടെ ദൗർബല്യത്തിന്റെ പിന്നിൽ ഈ എഞ്ചിൻ മാത്രമല്ലായിരുന്നു. ഇതില് ഗൈഡൻസ് സിസ്റ്റം കൃത്യമായിട്ട് അതിനെ നയിച്ച് മുന്നോട്ട് പോകണം. അത് പലതരം ഗൈഡൻസ് സിസ്റ്റം ഉണ്ട്. സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഗൈഡൻസ്, അതായത് ഇപ്പോൾ നമ്മുടെ GPS പോലുള്ള, അതായത് ഗ്ലോബൽ നാവിഗേഷൻ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിക്കുന്ന അത്തരം ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിച്ച് നീങ്ങും. അതുകൂടാതെ ഈ ടെറൈൻ മാപ്പിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഗൈഡൻസ് സിസ്റ്റം ഇലക്ട്രോണിക് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അങ്ങനെ ജാം ചെയ്യപ്പെടാതിരിക്കാനായിട്ട് മറ്റൊരു സംവിധാനമുണ്ട്, ടെറൈൻ മാപ്പിംഗ് എന്ന് പറഞ്ഞ്. പോകുന്ന വഴി അത് സ്വയം കണ്ടുപിടിച്ച് പോകും, കാരണം അത് ലാൻഡ്മാർക്കൊക്കെ ഫീഡ് ചെയ്തിരിക്കും അത് വെച്ചിട്ട് അതിന് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇനർഷ്യൽ ഗൈഡൻസ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ട്, ഇത് തന്നെയാണ്. അങ്ങനെയുള്ള ഈ രണ്ട് സിസ്റ്റവും സംയോജിപ്പിക്കാനും അങ്ങനെ
നാവിഗേഷൻ സിസ്റ്റം നമ്മൾ പെർഫെക്റ്റ് ചെയ്തു, ഗൈഡൻസ് ആൻഡ് നാവിഗേഷൻ പെർഫെക്റ്റ് ചെയ്തു, അതുപോലെ എഞ്ചിനും നമ്മൾ പെർഫെക്റ്റ് ചെയ്തു. ഇത് രണ്ടും തദ്ദേശീയമായിട്ട് സെൻസറുകൾ, ഈ ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള സെൻസറുകൾ ഉണ്ടാക്കി, മറ്റേ എഞ്ചിൻ ഉണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തദ്ദേശീയമായിട്ടൊരു ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ സ്വയം പര്യാപ്തത നേടി. അപ്പോ പണ്ട് രജനീകാന്ത് പറഞ്ഞ പോലെ ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആണ് ഇന്ത്യയുടെ ക്രൂയിസ് മിസൈൽ. ഒരല്പം താമസിച്ചു പോയി, പക്ഷെ സംഭവം അടിപൊളിയാണ്. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഞാൻ കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞ പോലെ അത് കാനിസ്റ്ററൈസ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മൾ കുഴലുകളിൽ സൂക്ഷിക്കാൻ സദാസമയം എപ്പോൾ വേണമെങ്കിലും വിക്ഷേപിക്കാൻ തയ്യാറായിട്ടുള്ള മിസൈലുകൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തത്, ഇന്ത്യ ഈ ഇത്തരം മിസൈലുകൾ ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ആകാശത്തിൽ നിന്നും വിക്ഷേപിക്കാനും കടലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വെർഷൻ ആയി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് വിമാനങ്ങളിൽ നിന്ന് SU-30 പോലുള്ള വിമാനങ്ങളിൽ നിന്നും ഈ മിസൈല് വിക്ഷേപിക്കുന്ന തരത്തിലുള്ള അത്തരം ഒരു വെറൈറ്റി മിസൈലിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോ പിന്നെ ഇതിനൊക്കെ പിന്നിലെ ഒരു ചെറിയ വസ്തുതയുണ്ട്, അത് പറയാതെ നമുക്ക് വിടാൻ പറ്റില്ല. ഈ ബ്രഹ്മോസ് എന്നത് മറ്റൊരു ക്രൂയിസ് മിസൈലാണ്. സൂപ്പർസോണിക് ആണെന്നുള്ളത്, ഇത് സബ്സോണിക് ആണ്. ഇത് ശബ്ദത്തിന്റെ വേഗതയിൽ താഴെയാണ്. ബ്രഹ്മോസ് ശബ്ദത്തിന്റെ ഇതിന്റെ 3 ഇരട്ടിയാണ്. അപ്പൊ ഈ ബ്രഹ്മോസിന്റെ ടെക്നോളജി കൈവശം വന്നതാണ് നമുക്ക് ഈ എഞ്ചിൻ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു വൈദഗ്ധ്യം ഈ മേഖലയിൽ ഉണ്ടായത്. അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റവും സെൻസറും ഒക്കെ പിന്നെ ഗൈഡൻസും ഒക്കെ പെർഫെക്റ്റ് ചെയ്യാൻ പറ്റിയത് എന്നൊരു അഭിപ്രായവും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വസ്തുത ഇല്ലാതിരിക്കില്ല. ബ്രഹ്മോസ് റഷ്യൻ ടെക്നോളജിയാണ്. അപ്പൊ അത് മാസ്റ്റർ ചെയ്ത എഞ്ചിനീയർമാർക്ക് പിന്നെ എന്ത് വേണമെങ്കിലും അവർ സഹായിക്കാം. ഇപ്പൊ ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ രണ്ടാമത് നമ്മൾ പുനർനിർമ്മിക്കുമ്പോൾ കാവേരി 2.0 എഞ്ചിൻ വരുമ്പോൾ അവിടെയും ആഫ്റ്റർ ബർണർ എന്ന സംവിധാനം ഉണ്ടാക്കുന്നത് ഈ ബ്രഹ്മോസ് എഞ്ചിനീയർമാരാണ്. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മോസ് ഇന്ത്യയുടെ മിസൈൽ മേഖലയുടെ തലവര തന്നെ മാറ്റി. ഒരു ഒറിജിനൽ റഷ്യൻ മിസൈലിനേക്കാൾ വളരെ മെച്ചപ്പെട്ടു. P-800 ഓംസ് എന്ന് പറയുന്ന ഒറിജിനൽ മിസൈലിനേക്കാളും ഇപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് കുറച്ചുകൂടെ മെച്ചമാണ്. ഒറിജിനൽ ടെക്നോളജി നമ്മൾ അതിനേക്കാൾ മെച്ചപ്പെടുത്തി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ക്രൂയിസ് മിസൈലിന്റെ കാര്യത്തില് ഇപ്പൊ ഇന്ത്യയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് സബ്സോണിക് ക്രൂയിസ് മിസൈലായ ഈ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ LACM ഉണ്ട്, സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് ഉണ്ട്, ഹൈപ്പർസോണിക് മിസൈലും ഉണ്ട്, ലോങ് റേഞ്ച് ലാൻഡർ പിന്നെ ഷിപ്പ് മിസൈലുണ്ട്. അതിന്റെ ക്രൂയിസ് മിസൈൽ വെർഷനും നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച്. അപ്പോ നമ്മൾ ഈ മേഖലയിൽ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞിരിക്കുന്നു. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആത്മവിശ്വാസത്തോടുകൂടി നമുക്കത് പറയാം. വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ നേട്ടം, നമ്മുടെ ഈ റേഞ്ചുകൾ വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പല മേഖലയിലേക്ക് നമ്മൾ കടക്കും. നമ്മുടെ റഡാറിനെ മറികടക്കുന്ന സ്റ്റെൽത്ത് മിസൈലുകളായിട്ട് ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗവേഷണം നിലയ്ക്കുന്നില്ല. ഗവേഷണം ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ വെച്ച് നിർത്തുന്നില്ല. അത് വീണ്ടും അടുത്ത ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ ഈ മേഖലയിലെ അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും തുല്യ ശക്തി തന്നെ, ചില മേഖലയിൽ അല്പം മുന്നിലാണെങ്കിലും എന്തായാലും ശരി, കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ ഇത്തരം വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വിശകലനങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു.